ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം AMN. ഹായ് ഫ്രണ്ട്സ്, കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. കുറേ നാളത്തെ ഗ്യാപ്പുണ്ട്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഗ്യാപ്പിന് ശേഷമാണ് വേറൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു വൈറ്റ് ബോർഡിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നമ്മുടെ ലോഗോയാണ്. നമ്മുടെ ഇൻട്രോ സോങ്ങിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പെൻസില്, പെന്ന്, മാർക്കർ, ആ ഒരു രീതിയിലെല്ലാം നമ്മളുടെ ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഈ വട്ടം ചെയ്യുന്നത് നമ്മുടെ കമ്മലുണ്ടാക്കുന്ന, മോതിരമുണ്ടാക്കുന്ന പേപ്പർ സ്ട്രിപ്പുകളില്ലേ, ഓക്കെ, ക്വീലിംഗ് പേപ്പർ എന്നാണ് അതിൻ്റെ പേര്. ആ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എന്തിന്? ഒരു 3D എഫക്റ്റ് കിട്ടാൻ. ഓക്കെ, ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. നമ്മുടെ പ്രോജക്റ്റ് എല്ലാം ചെയ്യുന്നത് ആ സ്റ്റുഡിയോ വെച്ചായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡിയോ ഇച്ചിരി വലുതാണ്. അപ്പോൾ ആ സ്റ്റുഡിയോ ഞാൻ ഇച്ചിരി ചെറുതാക്കാൻ വേണ്ടി ആ സ്റ്റുഡിയോ നമുക്ക് പൊളിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ എൻ്റെ റൂമിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആയിട്ട് ആ സ്റ്റുഡിയോ എൻ്റെ പേരൻസിന് വിട്ടുകൊടുത്തിരിക്കുന്നു. വീഡിയോ എപ്പോൾ എടുത്താലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു വൈറ്റ് ബോർഡ് ടൈപ്പിൽ നമ്മുടെ ലോഗോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ഓടിക്കും അതിൻ്റെ കൂടെ കിട്ടുന്ന ബോർഡാണ്. സാധാ കടയിലൊന്നും കിട്ടത്തില്ല. അതിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാ നോക്ക്, ഞാൻ കോയിലിംഗ് പേപ്പറും കൊണ്ട് ഞാനത് ചെയ്യുകയാണ്. ഇച്ചിരി ടൈം എടുക്കും. ഇതൊരു ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുത്തു ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് തരാൻ. എങ്ങനെയുണ്ട് ഗായ്സ്? അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.